ഇന്ന് ഡിസംബർ 18. 1865 ഡിസംബർ 18-നാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത്. ഭരണഘടനയുടെ 13ാമത്തെ ഭേദഗതിയിലൂടെയാണ് അടിമത്ത നിരോധനം നിലവിൽ വന്നത്. ഇതോടെ 1,00,000-ലധികം ആളുകളാണ് അടിമത്ത സമ്പ്രദായത്തിൽ നിന്ന് മോചിതരായത്. അമേരിക്കൻ വിപ്ലവത്തിനു മുമ്പ് അടിമത്തം അമേരിക്കയുടെ എല്ലാ കോളനികളിലും പ്രാബല്യത്തിലുണ്ടായിരുന്നു. 18ാം നൂറ്റാണ്ടായപ്പോൾ അടിമത്തം അമേരിക്കയുടെ വടക്കേ സംസ്ഥാനങ്ങളിൽ ഇല്ലാതെയായി. അതേസമയം തെക്കുള്ള സംസ്ഥാനങ്ങളിൽ അത് കൂടുതൽ ശക്തമാകുകയും ചെയ്തു. 1850-ൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ തിങ്ങിപ്പാർത്തിരുന്ന കറുത്ത വർഗ്ഗക്കാരിൽ 95% അടിമകളായിരുന്നു. അവരാണ് പുതിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വതന്ത്രരായത്. ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് 1930 ഡിസംബർ 18-നായിരുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ക്ലോഡ് ബാറ്റ്ലിയാണ് സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തത്. 21 മാസങ്ങൾ കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 15.6 മില്യൺ രൂപയാണ് അന്ന് സ്റ്റേഷന്റെ നിർമ്മാണത്തിന് ചെലവായത്. ബോംബെയുടെ പേര് മുംബൈ എന്നാക്കി മാറ്റിയപ്പോൾ സ്റ്റേഷന്റെ പേര് മുംബൈ സെൻട്രൽ എന്ന് മാറ്റി. 1997-ലായിരുന്നു അത്. വെസ്റ്റേൺ റെയിൽവേ റൂട്ടിലുള്ള സുപ്രധാന സ്റ്റേഷനുകളിൽ ഒന്നാണ് അത്. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ധവളയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള തുറന്ന പോര് ആരംഭിച്ചത് 1808 ഡിസംബർ 18-നായിരുന്നു. പാലിയത്തച്ഛനുമായി സഖ്യമുണ്ടാക്കി ദളവയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം യുവാക്കളെ സംഘടിപ്പിച്ച് സൈനിക പരിശീലനം നൽകി. ഡിസംബർ 18-ന് റെസിഡന്റ് മെക്കാളയുടെ കൊച്ചിയിലെ താവളം പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു. 600-ലധികം വരുന്ന പ്രക്ഷോഭകാരികളെ നയിച്ചത് പാലിയത്തച്ഛനും തമ്പിയുടെ 2 സൈനിക ഉദ്യോഗസ്ഥരുമായിരുന്നു. നിലവറയിൽ ഒളിച്ച മെക്കാളെ പ്രഭു ബ്രിട്ടീഷ് കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. തുടർന്ന് കൊല്ലത്തുള്ള ബ്രിട്ടീഷ് സേനയെ ആക്രമിക്കാൻ സൈന്യത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകി. പിന്നീട് കുണ്ടറയിൽ എത്തിച്ചേർന്ന ശേഷമാണ് പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തുന്നത്. യുദ്ധത്തിൽ വേലുത്തമ്പിയുടെ സൈന്യവും പരാജയപ്പെട്ടുവെങ്കിലും വിദേശാധിപത്യത്തിനെതിരെ ജനാഭിപ്രായം രൂപീകരിക്കാനും ദേശസ്നേഹം വളർത്താനും ഈ മുന്നേറ്റങ്ങൾക്ക് സാധിച്ചു.